Excellent Get മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. ഒരു എക്സൽ വർക്ക്ഷീറ്റിലെ രണ്ട് വ്യത്യസ്ത കോളങ്ങളിലുള്ള ഡേറ്റയെ ലൈൻ ബൈ ലൈൻ കമ്പയർ ചെയ്യാനുള്ള 3 രീതികളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിലാദ്യത്തേത് B3 എന്ന സെല്ലിലുള്ള വാല്യൂവും C3 എന്ന സെല്ലിലുള്ള വാല്യൂവും ഒന്ന് തന്നെയാണോ എന്ന് അറിയാനായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ B3 ഈക്വൽ C3. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഫോർമുല ട്രൂ എന്ന വാല്യൂ റിട്ടേൺ ചെയ്തു. കാരണം B3 എന്ന സെല്ലിലും C3 എന്ന സെല്ലിലും ഒരേ വാല്യൂ ആണുള്ളത്, വോൾമാർട്ട്. ഇനി ഈ രണ്ട് സെല്ലുകളിൽ ഏതെങ്കിലും ഒന്നിൽ മറ്റേതെങ്കിലും ഒരു വാല്യൂ ഞാൻ ഉപയോഗിച്ചാൽ, ഉദാഹരണത്തിന് സോണി, ഫോർമുല ഫോൾസ് എന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഈ രണ്ട് സെല്ലുകൾ നോക്കുക, ഇവിടെ രണ്ടിടത്തും ഒരേ വാല്യൂ ആണുള്ളത്, അതുകൊണ്ട് തന്നെ ഫോർമുല ട്രൂ എന്ന വാല്യൂ റിട്ടേൺ ചെയ്തു. ഇനി താഴെ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് സെല്ലുകളിൽ വ്യത്യസ്ത വാല്യൂസ് ആണുള്ളത്, അതുകൊണ്ട് തന്നെ ഫോർമുല ഫോൾസ് എന്ന വാല്യൂ റിട്ടേൺ ചെയ്തു. അതേസമയം ഞാൻ ഈ സെല്ലിൽ ആമസോൺ എന്ന വാല്യൂ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫോർമുല ട്രൂ എന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. 100. രണ്ടാമത്തെ മെത്തേഡ് ഇഫ് ഫംഗ്ഷൻ ഉപയോഗിച്ചുള്ളതാണ്. B3 എന്ന സെല്ലിലുള്ള വാല്യൂ തന്നെയാണ് C3 എന്ന സെല്ലിലുള്ളതെങ്കിൽ മാച്ച് എന്നും അല്ല എങ്കിൽ മിസ് മാച്ച് എന്നും ഒരു സെല്ലിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോർമുല ബാറിൽ ഈക്വൽ ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലോജിക്കൽ ടെസ്റ്റ് B3 ഈക്വൽ C3. അതായത് നമ്മളിവിടെ ഒരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യുകയാണ്. B3 എന്ന സെല്ലിലുള്ള വാല്യൂ തന്നെയാണ് C3 എന്ന സെല്ലിലുള്ളത്, കോമ വാല്യൂ ഇഫ് ട്രൂ. നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടുന്ന വാല്യൂ B3 എന്ന സെല്ലിലുള്ള വാല്യൂ തന്നെയാണ് C3 എന്ന സെല്ലിലുള്ളതെങ്കിൽ മാച്ച് എന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സിനുള്ളിൽ മാച്ച്, കോമ മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് വാല്യൂ ഇഫ് ഫോൾസ്. നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ, അതായത് തെറ്റാണെങ്കിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടുന്ന വാല്യൂ B3 എന്ന സെല്ലിലുള്ള വാല്യൂ അല്ല C3 എന്ന സെല്ലിലുള്ളതെങ്കിൽ മിസ്മാച്ച് എന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സ് മിസ്മാച്ച് ഡബിൾ കോട്ട്സ്. ഇവിടെ നമുക്ക് എന്ത് വാല്യൂ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി മാച്ച് മിസ്മാച്ച് എന്നിങ്ങനെയുള്ള വാല്യൂസ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. നോക്കുക, ഫോർമുല മാച്ച് എന്ന വാല്യൂ റിട്ടേൺ ചെയ്തു. കാരണം ഈ രണ്ട് സെല്ലുകളിലും ഒരേ വാല്യൂ ആണുള്ളത്. ഞാനിവിടെ മറ്റൊരു വാല്യൂ ഉപയോഗിച്ചാൽ ഫോർമുല മിസ്മാച്ച് എന്ന വാല്യൂ റിട്ടേൺ ചെയ്തു. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ മെത്തേഡ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ചുള്ളതാണ്. ഈ കാണുന്ന രണ്ട് കോളങ്ങളിലെയും വ്യത്യസ്ത വാല്യൂസ് കണ്ടെയ്ൻ ചെയ്യുന്ന വരികളെ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുക. കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ന്യൂ റൂൾ, യൂസ് എ ഫോർമുല ടു ഡിറ്റർമിൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ്. ഇനി ഇൻപുട്ട് ബോക്സിൽ ഈക്വൽ B3 എന്ന സെല്ല് സെലക്ട് ചെയ്യുക. B3 എന്ന സെൽ റെഫറൻസിലെ 3 എന്ന റോ ഇൻഡെക്സിന് മുന്നായിട്ടുള്ള ഡോളർ സിംബൽ ഡിലീറ്റ് ചെയ്യുക. 3ക്ക് ശേഷം ക്ലിക്ക് ചെയ്യുക, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ. ഇനി C3 എന്ന സെല്ല് സെലക്ട് ചെയ്യുക. C3 എന്ന സെൽ റെഫറൻസിലെ 3 എന്ന റോ ഇൻഡെക്സിന് മുന്നായിട്ടുള്ള ഡോളർ സിംബൽ ഡിലീറ്റ് ചെയ്യുക. അതായത് നമ്മളിവിടെ ഒരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്തു, B3 നോട്ട് ഈക്വൽ C3. ഇനി ഈ കണ്ടീഷൻ ട്രൂ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന വരികളെ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഫോർമാറ്റ്, ഫിൽ എന്ന ടാബിൽ പോവുക. ഏത് കളറിലാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ആ കളർ സെലക്ട് ചെയ്യുക. ഞാനിവിടെ യെല്ലോ കളർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ. ഒരു തവണ കൂടി ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ
വ്യത്യസ്ത വാല്യൂസ് കണ്ടെയ്ൻ ചെയ്യുന്ന വരികൾ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ചുള്ള മറ്റൊരു ട്രിക്ക് കൂടെ നോക്കാം. ഈ കാണുന്ന രണ്ട് കോളങ്ങളിലും കോമൺ ആയിട്ട് വരുന്ന വാല്യൂസിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുക. കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഹൈലൈറ്റ് സെൽ റൂൾസ്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്. നോക്കുക, രണ്ട് കോളങ്ങളിലും കോമൺ ആയിട്ട് വരുന്ന വാല്യൂസ് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് കാണാം. ആപ്പിൾ, ഗൂഗിൾ, ടെസ്ല, ഷെൽ, അലിബാബ, സാംസങ്. ആവശ്യമെങ്കിൽ ഫോർമാറ്റിംഗ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതേസമയം ഒരു കോളത്തിൽ മാത്രം വരുന്ന വാല്യൂസിനെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ, അതായത് യുണീക്ക് ആയിട്ടുള്ള വാല്യൂസിനെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നും യുണീക്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ. വ്യത്യസ്ത കോളങ്ങളുള്ള ഡേറ്റയെ കമ്പയർ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ പ്രയോജനപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ റിലീസിൻ്റെ അതേ സമയം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വിഷ് യു എ ഗ്രേറ്റ് ഡേ.